ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഉണ്ടോ ഗൗരി? ഗൗരിക്ക് എന്താ കരച്ചിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ആദ്യം തന്നെ ഒരു പോയം, ചെറിയൊരു പദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 4 ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാ അത് അറിയുക പാടാൻ? ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈ പൊന്തിക്കണം, എന്നാലേ ഞാൻ കാണൂ. ആർക്കൊക്കെ ആ പാട്ട് നല്ലപോലെ അറിയാം? ഓക്കെ, ഇവിടെ അർണവിന് അറിയില്ല. അത് അറിയോ അർണവേ? ഇല്ലേ? ബ്രാൻചിനാവിന് അറിയില്ലേ? ആ 4 ലൈൻസ് പഠിച്ചില്ല? ഓക്കെ അല്ലേ, കൊറേ പേര് പഠിച്ചു. ഏഞ്ചൽ മരിയ പഠിച്ചോ? ഏഞ്ചൽ മരിയ? ഓക്കെ, അപ്പൊ ആരാ അതൊന്ന് ചൊല്ലുന്നത്? ആദ്യം ഒന്ന് പറയാ അല്ലേ? അത് ആ അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആന 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 കേറാമല ആകാശം. അല്ലേ? നമ്മള് അമ്മയെ പഠിച്ചു, അമ്മയെ പോലെയാണ് മലയാള ഭാഷ എന്ന് പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചേ? അമ്മേനെ എല്ലാവർക്കും അറിയാം അല്ലേ? അമ്മ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും അറിയാം അല്ലേ? അറിയോ? ദക്ഷിണ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ അമ്മ? ഓക്കെ, ആ അമ്മയാണ് നമുക്കെല്ലാം അല്ലേ? അതുപോലെയാണ് മലയാള ഭാഷ എന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ആകാശത്തിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ ആനയെ കുറിച്ച് പഠിച്ചു. ആനക്ക് ഏത് കളറാണെന്ന് പഠിച്ചു? ബ്ലാക്ക് കളറാണെന്ന് പഠിച്ചു അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? വീട് അല്ലേ? വീട് നിങ്ങൾക്ക് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കണം. ഉണ്ടോ? ഓക്കെ, ഉണ്ട് അല്ലേ? വീടുണ്ട്. എങ്ങനെയുള്ള വീടാണ്? അതിനെ കുറിച്ച് നമ്മളൊരു പാട്ട് പഠിച്ചു അല്ലേ? എന്തു നല്ല വീട് എന്റെ വീട്. പിന്നെയോ ചന്തമുള്ള വീട് എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുമുണ്ട്, വാവയുണ്ട് അല്ലേ? എത്രയാ പേരാണ് വീട്ടില്? ഒരുപാട് പേരുണ്ട് അല്ലേ കളിക്കാൻ? ആരൊക്കെ? ചേച്ചിയുണ്ട്, വാവയുണ്ട്. പിന്നെയോ നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ട് അല്ലേ? വലിപ്പ ചെറുപ്പൊന്നും നോക്കണ്ട കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ട്. പിന്നെയോ അച്ഛനുണ്ട്, അമ്മയുണ്ട് അല്ലേ? കുറെ പേർക്ക് അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോ എല്ലാം കൂടി ചന്തമുള്ള വീടാണ് നമ്മുടെ വീട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, ആ 2 പാട്ടും എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടാവണേ. ഓക്കെ ആണോ? അല്ലേ ദക്ഷിണക്കുട്ടി? ആരോടാണ് ഈ വഴക്ക് കൂടുന്നാവോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാറ്റിനും നല്ല സ്മാർട്ടായിട്ട് റെസ്പോൺസ് ഉണ്ടാവണേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിക്കണം മിസ്സിന്. ഒന്ന് തമ്പ് കാണിച്ച് എല്ലാവരും പഠിച്ചുവെങ്കിലേ നല്ല അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഏത് അക്ഷരം നമ്മൾ പഠിച്ചത്? ഏതാ ദക്ഷിണ പഠിച്ചത്? നമ്മള് ഏതെങ്കിലും ഒരു അക്ഷരം പഠിച്ചോ നമ്മള്? പഠിച്ചിട്ടില്ലേ? റാ. ഓക്കെ, റാ. ദക്ഷിണ പറഞ്ഞു റായാണെന്ന്. ആണോ ബ്രാൻചിനാബേ? നമ്മൾ ഏത് അക്ഷര പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്. റാ പഠിച്ചു അല്ലേ? എങ്ങനെയാ എഴുതുക? ഒന്ന് സ്ലേറ്റിൽ എഴുതി കാണിച്ചേ നിങ്ങൾ പഠിച്ച അക്ഷരം മിസ്സിനെ. ഒന്ന് എല്ലാവരും ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. ഓക്കെ, എന്നിട്ട് അതിലൊന്ന് എഴുതിയേ റാ. മമ്മി. അപ്പൊ നമ്മൾ നാളെ മുതൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ദിവസത്തിലെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ മക്കളെ? സ്ലേറ്റും ടെക്സ്റ്റ് ബുക്കും. ഓക്കെ, വെരി ഗുഡ് ദക്ഷിണ. സ്ലേറ്റും ടെക്സ്റ്റ് ബുക്കും പിന്നെന്താണ്? നമുക്ക് എന്തൊക്കെ നമുക്ക് പഠനത്തിന് ആവശ്യമുണ്ട് ആ സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടാവണം? ബ്രാൻചിനാബേ? നമ്മുടെ അടുത്തുണ്ടാവണം അല്ലേ?
ഇത് അമ്മയ്ക്ക് ഒരു പണിയാക്കാൻ പാടുണ്ടോ നമ്മള്? നമുക്ക് പഠിക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് വിചാരിച്ച അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവണം അല്ലേ? അപ്പൊ ഇനി എങ്ങനെയാ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടാവണം അല്ലേ? കാര്യം നമ്മള് ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തെടുത്ത് വെക്കണം അല്ലേ? ഓക്കെ. ഒന്ന് റാ എഴുതിയ എല്ലാ മക്കളും നോക്കട്ടെ. ഇവിടെ ഈവ തെരേസ നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? അർണവ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വരച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ സ്ലേറ്റില്? തനുസ് എഴുതിയിട്ടുണ്ട്. അക്ഷര എഴുതിയിട്ടുണ്ട്. സൂപ്പർ. പിന്നെ ആരാ? ഡിയോൺ ജേക്ക് എഴുതിയിട്ടുണ്ട്. നല്ല 2 റാ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഷഹൽ എഴുതിയിട്ടുണ്ട്. കശ്യപ് ഷൈജു എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാ എഴുതിയേ നോക്കട്ടെ മിസ്? ഇവിടെ കുറച്ചു പേരുണ്ടല്ലോ എഴുതാത്തെ. ബ്രാൻചിനാബ് എഴുതി. മോന്റെ പേരെന്താ? ഓക്കെ. അമാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അമാൻ. ഷറഫിയ എന്ന് എഴുതിയിട്ട് കയറിയ അമാനാണോ? മോന്റെ പേര് അതെ അല്ലേ? മോന്റെ പേര് തന്നെ ഒന്ന് എഴുതണം കേട്ടോ, എന്നാലേ ടീച്ചേഴ്സിന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അറ്റൻഡൻസിൽ എടുക്കുമ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ കയറുമ്പോ നിങ്ങൾ ആ പേരൊന്ന് മോന്റെ പേര് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആര്യ? അനുശ്രീ എഴുതി. അക്ഷര എഴുതി. അൻഷിക എഴുതി. നെക്സ്റ്റ് ആരാ? അലിയ എഴുതി. ജൂഡ് ജെയ്മോൻ. എന്താണ് ജൂഡിന് എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ, പറഞ്ഞു എന്നിട്ട് മിസ്സിനോട്. കൈപൊക്കിയിട്ടുണ്ടല്ലോ ജൂഡ്. ടീച്ചർ വിളിക്കുന്നു. ജൂഡിന് എന്തെങ്കിലും പറയില്ല അല്ലേ? റാ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നിഹാര എഴുതിയിട്ടുണ്ട്. നിഹാര എഴുതിയിട്ടുണ്ട്. സൂപ്പർ. അലിയ എഴുതിയിട്ടുണ്ട് അല്ലേ അലിയ? ഓക്കെ, വെരി ഗുഡ്. വൈഷ്ണവ് KP, അൻവി രതീഷ്. നെക്സ്റ്റ് അമാൻ എഴുതിയ മോനെ? നമ്മളൊരു അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നു അമാനെ, റാ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആ പഠിച്ച പാട്ട് ഇന്ന് ആരാ ഒരാള് പാടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച? ഓക്കെ. അമാൻ ഒന്ന് പാടിക്കോ. ആരാണ്? ഞാൻ അലിയാണോ? കേട്ടോ. ഓക്കെ. ഈ അമാൻ ഒന്ന് കൊടുക്കട്ടെ അലിയ കുട്ടി, അതിനുശേഷം പാടിപ്പിക്ക കേട്ടോ. അമാൻ ഒന്ന് പാടിയേ മോനെ നോക്കട്ടെ. ചന്തമുള്ള വീടില്ലേ? ഭംഗിയൊന്നുമില്ലേ വീട്ടിന്? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അലിയ. നേരത്തെ കൈമുക്കിയ ആളാണ്. പാടിക്കോ. എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമില്ല വീട് എന്റെ വീട്. അച്ഛനും വീട്ടിലുണ്ട്, അമ്മയും വീട്ടില്, കുഞ്ഞുമിന്റെ വീട്ടില്. സ്വന്തായിട്ട് അലിയക്കുട്ടി സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാ മക്കളും പാടുന്നവർക്ക്. ഓരോന്നിനും മിസ് പറയില്ല കേട്ടോ, നിങ്ങൾ ക്ലാപ്പ് കൊടുക്കണേ. നോക്കട്ടെ എത്ര പേര് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ജൂഡ് കൈപൊക്കുന്നുണ്ട്. പാടിക്കോ ജൂഡ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടിയേ. ജൂഡ് ജെയ്മോൻ, പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ലേ ജൂഡിനെ? ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് നിഹാര, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടിയേ. നിഹാര കഴിഞ്ഞ ക്ലാസ് പാടിയില്ല അല്ലേ? പാടിക്കോ.
നിഹാരക്കുട്ടി ഒന്ന് അങ്ങോട്ട് നോക്കി പാട്. ആ ദാ ഇവിടെ ഇല്ലതാള്. ഓക്കെ, എവിടെയാ ടീച്ചേഴ്സ് ഇല്ലതേ? നല്ല വൃത്തി ഒന്ന് പാടിയേ. ഉറക്കെ പാട്. കേൾക്കുന്നില്ലല്ലോ മിസ്. മോനെ എന്തു നല്ല വീട് എന്റെ വീട്. ചന്തമുള്ള വീട് എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുമുണ്ട്, പാവയുണ്ട്. 8ാം ക്ലാസ് നല്ല വൃത്തി പഠിക്കണേ. ആരായി മുടിയൊക്കെ കെട്ടിത്തന്നത്? ആരാ മോളെ? നിഹാരക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല അല്ലെ നിഹാര? മിസ്സിനോട് ചൊടിയാണോ? ഓക്കെ, വെരി ഗുഡ്. അല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നത്? അൻവി. പഠിക്കോ. ചന്തമുള്ള വീട് അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പാവയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അൻവി വൃത്തി പഠിച്ചു അല്ലേ? ഓക്കെ, അടുത്ത ജ്വാന സിനാമനുവാ പാടുന്നേ. ദാ ഓക്കെ, പാടിക്കോ. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ എല്ലാ മക്കളും. ഓക്കെ, നെക്സ്റ്റ് അക്ഷര. അക്ഷര അക്ഷര പാടിക്കോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, എല്ലാവരും പുതിയ പാട്ട് ഉണ്ടാക്കുവാണല്ലേ? ഓക്കെ, സൂപ്പർ ആണ്. നെക്സ്റ്റ് യാൻദേവ്. യാൻദേവ്, യാൻദേവേ കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? യാൻദേവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ബ്രാൻച്ച് നാവ് മാത്യു അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് വീട് അച്ഛനുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷിണ. ദക്ഷിണ അവിടെ ഇങ്ങനെ അമ്മയോട് പറയുന്നത്, എന്നെ വിളിക്കുന്നില്ലല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ. കുറെ പേരുണ്ട് അങ്ങനെ അല്ലേ? നല്ല വീട് ചന്തമുള്ള വീട് എന്റെ വീട്, ചേച്ചിയുണ്ട്, വാലും ഞാനുമുണ്ട്. പാടിക്കോ, പാടിക്കോ. ആഷിൽ ദേവ് പാടിക്കോ. മോനെ അൺമ്യൂട്ട് ചെയ്യ ആഷിൽ ദേവ്. ആഷിൽ ദേവ് ഓഡിയോ അല്ലേ?
ഓക്കെ പാടിക്കോ. നല്ല പാടിക്കോ. സ്മാർട്ടായിരിക്കും ടീച്ചർ പറഞ്ഞ നേരെ. വേഗം പാട്. ഓക്കെ വേഗം പാടിക്കോ. ആശുദേവ് പാടുന്നില്ലേ? പാടുന്നില്ല. നെക്സ്റ്റ് അനുശ്രീ പാടിക്കോ. അനുശ്രീ എന്റെ വീട് എന്റെ വീട് എന്റെ വീട്ടിൽ അമ്മയുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് വാളുണ്ട് ഞാനുണ്ട്. ഓക്കെ വെരി ഗുഡ് അനുശ്രീ, സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ ദക്ഷിത്. എന്തു നല്ല വീട് എന്റെ വീട് കണ്ടോര വീട് എന്റെ വീട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട് ഞാനുണ്ട്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഹിസ അൻവർ പാടിയേ. കഴിഞ്ഞ ക്ലാസ് പാടിയില്ലല്ലോ മോള്. എന്തു നല്ല വീട് എന്റെ എന്റെ വീട് വീട് അച്ഛനീട് അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട് വീട്ടിൽ ചേച്ചിയുണ്ട് വീട്ടിൽ അമ്മയുണ്ട് ഞാനും. ഓക്കെ വെരി ഗുഡ്. ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇന്നെന്താ പഠിക്കാനുള്ളത്? അടുത്ത ഒരു അക്ഷരം നമുക്ക് പഠിക്കാം അല്ലെ? അക്ഷരദീപം ബുക്കിൽ എല്ലാ മക്കളും റ എഴുതി കഴിഞ്ഞോ? ആദ്യം ചെരിച്ച് വര അതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ഹിസ ഇവിടെ പഠിച്ചു അല്ലേ റ? ഓ വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താണ് അക്ഷരം പഠിക്കാനുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ നോക്കണേ മക്കളെല്ലാവരും. നെക്സ്റ്റ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? രായാണ് അല്ലെ? എങ്ങനെ നമുക്ക് എത്ര സിമ്പിൾ ആയി രാ എഴുതാൻ പറ്റും നോക്കാം നമുക്ക്. ഓക്കെ റാ എഴുതി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ പഠിച്ച ലെറ്റർ അല്ലെ, അടുത്ത അക്ഷരം. അപ്പോ ഇവിടെ ഇങ്ങനെ മുട്ടിച്ച എന്തായി? രാ. എന്താണ്? രാ. പറഞ്ഞു നോക്കിയേ എല്ലാ മക്കളും. ആരാണ്? ഗൗരിലക്ഷ്മി ആണോ മിസ്സിന്റെ ബോർഡ് ഉപയോഗിക്കുന്നത്? ഓക്കെ നോക്കിയേ എങ്ങനെ എഴുതുന്നു നോക്കട്ടെ. എല്ലാ മക്കളും സ്ലേറ്റ് എടുത്തൊന്ന് എഴുതാൻ നോക്കിയത്. നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? റ. ഓക്കെ ഇവിടെ വെരി ഗുഡ്. ജുവാനാസിനോ നല്ല വൃത്തിയായിട്ട്. ഇതാണ് റ അല്ലെ? നെക്സ്റ്റ് ലെഫ്റ്റിന്ന് അതായത് ഇടത് ഭാഗത്തുനിന്ന് വലത് വശത്തേക്ക് എഴുതി അല്ലെ? ലെഫ്റ്റിന്ന് റൈറ്റില് ഇത്ര എടുത്തു. ഇതാണ് റ. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്യണം? മുകളിലേക്ക് എടുത്ത് ഇവിടെ മുട്ടിക്കണം. അപ്പൊ എന്തായി? രാ. എന്ന് എഴുതി നോക്കി എല്ലാവരും സ്ലേറ്റില്. മക്കൾ സ്വന്തമായി എഴുതിയാൽ മതി കേട്ടോ. അമ്മയൊന്നും കൈ പിടിക്കാതെ ഒന്ന് എഴുതി നോക്കിയേ. നമ്മള് റാ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ രാ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അവിടുന്ന് ഒന്ന് ഉള്ളിലേക്ക് കൂട്ടിയാൽ മതി. ആരൊക്കെയോ എന്റെ സ്ലേറ്റ് അല്ല എന്റെ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ജൂൾ ജെയ്മോനൊക്കെ ആണല്ലേ? പിന്നെ ആരാ? ഒന്ന് വായിച്ചു കഴിഞ്ഞവരവര്. നെക്സ്റ്റ് ഗൗരിലക്ഷ്മി ഇപ്പൊ ആദ്യം എഴുതിയിട്ടുണ്ട്. ആഷിൽ ദേവ് എഴുതിയിട്ടുണ്ട് കേട്ടോ. മിസ് കാണുന്നുണ്ടേ എല്ലാവരെയും. ഓക്കെ
കുത്തി വരയ്ക്കാനല്ല വെച്ചു. അവിടെ നോക്ക് ബോർഡിലോട്ട്, ടീച്ചറിന്റെ ഇതിലോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഓക്കെ. അപ്പൊ അടുത്ത എന്താണ്? ഓ നോക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. റാ എഴുതി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? റാ എഴുതാൻ ഓക്കെ. എല്ലാം റാ എഴുതി അതിന്റെ ഉള്ളിലൂടെ ഒന്ന് കൂട്ടി, സിമ്പിള് അല്ലേ? കുറച്ചധികം എഴുതിയ സ്ലേറ്റില് നോക്കട്ടെ. ആരോ ഒരാൾ ഇങ്ങനെ ഈ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സുന്ദരിയാവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എഴുതാതെ. ഞാൻ കാണുന്നുണ്ടേ. എഴുതുന്നുണ്ടോ സ്ലേറ്റില്? ഓക്കെ, എഴുതിയേ? ആ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ റാ എഴുതി ഉള്ളിലേക്ക് കൂട്ടി അല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് എന്താണെന്ന് അറിയോ എല്ലാവർക്കും? എന്താണ്? ഈ അക്ഷരദീപം ബുക്കില് രണ്ടാമത്തെ പേജിൽ രാ ഉണ്ടാവും അല്ലെ? അടുത്ത പേജ് നമ്മൾ കഴിഞ്ഞ എഴുതിയതിന്റെ തൊട്ട് പുറകെ അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? നല്ല നീറ്റില് അതില് രാ എഴുതണം കേട്ടോ. എല്ലാവരും തിരക്കിട്ട് ഒരുപാട് അക്ഷരം ഒരു ദിവസം തന്നെ എഴുതൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ലൈനിൽ മാത്രം എഴുതിയാലും മതിയേ. അപ്പൊ അത് ഫിനിഷ് ചെയ്യണം എല്ലാവരുടെ ഹോംവർക്ക്. നമ്മൾ അത് നല്ലതുപോലെ അക്ഷരദീപത്തിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ലൈൻ ബുക്കിലേക്ക് എഴുതാം കേട്ടോ. തിരക്കൂട്ടി ആരും വൃത്തികേടാക്കണ്ട, പഠിച്ചില്ല. ഓക്കെ അൻവി, സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ എഴുതിയത്? ഇവിടെ ബ്രാഞ്ച് നാബ് സൂപ്പറായി എഴുതിയിട്ടുണ്ട്. നല്ല നീറ്റിൽ ഒരു സൈഡിൽ നിന്ന് തന്നെ എഴുതണം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഈവ തെരേസ നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? ഷാഹൽ. ഓക്കെ, വെരി ഗുഡ്. ആഷ്നി. ഓക്കെ, വെരി ഗുഡ് ആഷ്നി. ആഷ്നിയെ കാണുന്നില്ലല്ലോ, സ്ലേറ്റ് മറിഞ്ഞിട്ടല്ലേ? ഉണ്ട്, സൂപ്പറായി എഴുതിയിട്ടുണ്ട്. കശ്യപ് ഷൈജു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? പിന്നെ ആരാ? ഡിയോൺ ജേക്ക് എഴുതി, വെരി ഗുഡ്. ദക്ഷിത്, വെരി ഗുഡ്. ഗൗരി ലക്ഷ്മി എഴുതി അല്ലേ? ഗൗരിക്കുട്ടി ഒന്ന് കാണിച്ചേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആൻഡ്രിയ. ആൻഡ്രിയ കോളത്തിനുള്ളിൽ നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ആൻഡ്രിയ തെരേസ സിജോ അല്ലേ? നെക്സ്റ്റ് ആരാണ്? അർണവ് നല്ല നീറ്റിൽ എഴുതി, തിരിച്ചിട്ടാണ് മിസ്സിനെ കാണിക്കുന്നതേ ഉള്ളൂ, എഴുതിയിട്ടുണ്ട്. പ്ലേറ്റ് കുറച്ച് തിരിഞ്ഞു പോയിട്ടാ ഉള്ളത് കേട്ടോ. അർണവേ, പ്ലേറ്റ് മറ്റേ മറിച്ച് പിടിച്ചേ, നേരെ പിടിച്ചേ. വൈഷ്ണവ്. ഓക്കെ, വെരി ഗുഡ്. നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട് വൈഷ്ണവ്. എന്താണ്? ജൂഡ്, അലിയ ഒക്കെ എന്തിനാ? എന്നാ അൺമ്യൂട്ട് ചെയ്യണോ? അലിയക്കുട്ടി എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്, നന്നായി എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരാ? ദക്ഷിണ എഴുതിയിട്ടുണ്ട്, നിഹാര എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഹിസാൻവർ എഴുതിയിട്ടുണ്ട്. ജുവാന സിന എഴുതിയോ? തനുസ് കൃഷ്ണ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എഴുതി നോക്കട്ടെ? ലാമിയ ഫാത്തിമ കണ്ടില്ലല്ലോ മോളെ, ഒന്ന് കാണിച്ചേ മിസ്സിനെ എഴുതിയത്. ആഷിൽ ഡേവിഡ് എവിടെ? കാണാനേ ഇല്ല ആളല്ലേ? ജുവാന, സൂപ്പർ. നെക്സ്റ്റ്. ഓക്കെ, അക്ഷര എഴുതിയിട്ടുണ്ട്, നല്ല ഭംഗി എഴുതിയിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. അംദാൻ, എന്തായി അംദാൻ? യാൻദേവ് എഴുതിയോ? യാൻദേവ്. ദർശിത്ത്. ദക്ഷിണ എഴുതിയോ? ദക്ഷിണ കുട്ടി. ദക്ഷിത് എഴുതിയ മോനെ. കശ്യപ് ഷൈജു. മുഹമ്മദ് അമാൻ. അമാൻ എഴുതിയോ? ഒന്ന് കാണിച്ചേ മോനെ, നോക്കട്ടെ. ആൻഡ്രിയ എഴുതിയോ? സൂപ്പർ ആൻഡ്രിയ. ഓക്കെ,
യാൻദേവ് എഴുതി കഴിഞ്ഞോ? യാൻദേവേ ഓക്കെ. എല്ലാവരും അറ്റൻഡൻസ് വിളിക്കാട്ടോ. അപ്പൊ എല്ലാവരും സ്ലേറ്റ് ഒക്കെ അവിടെ വെച്ചോട്ടോ. ഒന്ന് അറ്റൻഡൻസ് വിളിക്കാം. അന്നേരം എന്ത് ചെയ്യണം? പ്രസന്റ് പറയണേ, അല്ലെങ്കിൽ കൈ പൊക്കണേ. ഓ, മുഹമ്മദ് അമാൻ. അമാൻ അറ്റൻഡൻസ് ഉണ്ട്. ഒന്ന് കൈ പൊക്കിയേ നോക്കട്ടെ. ഒന്ന് പ്രസന്റ് പറഞ്ഞേ മിസ്സിനോട്. നെക്സ്റ്റ് ഗൗരി ലക്ഷ്മി. ഓക്കെ, വെരി ഗുഡ്. ഗൗരി ലക്ഷ്മി. ഓക്കെ, വെരി ഗുഡ്. അനുശ്രീ. അനുശ്രീ കേസ്. ഓക്കെ, അനുശ്രീ ഇല്ലേ അവിടെ? ആ, ഓക്കെ, വെരി ഗുഡ്. ആഷ്നി. ആഷ്നി കെ ജിത്ത്. ഓക്കെ, ആഷ്നിയുടെ കയ്യൊന്നും പൊക്കുന്ന ഞാൻ കാണുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അക്ഷര. ഓക്കെ, വെരി ഗുഡ്. കശ്യപ് ഷൈജു. കശ്യപ് ഇല്ലേ അവിടെ? ഒന്ന് കൈപൊക്കിയേ. കൈപൊക്കിയാലേ കാണൂ. പ്രസന്റ് പറഞ്ഞ മോനെ കശ്യപേ. ഓക്കെ. ദക്ഷിത്. ദക്ഷിത് എം സന്ദീപ്. ഓക്കെ. നെക്സ്റ്റ് നിഹാര. നിഹാര ഇല്ലേ? നിഹാരക്ക് അറ്റൻഡൻസ് ഇടണ്ടാ? ഓക്കെ. ഷഹൽ പി എസ്. ഷഹൽ. ഓക്കെ, വെരി ഗുഡ്. ദർശിത്ത്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ്രിയ അൽഫോൺസ്. ഓക്കെ, വെരി ഗുഡ്. ദക്ഷിണ പ്രിയേഷ്. ദക്ഷിണ. ഓക്കെ, വെരി ഗുഡ്. കിസാൻവർ. കിസ. ഓക്കെ. തനുസ് കൃഷ്ണ. തനുസ്. ഓക്കെ. യാൻദേവ് യുഡീഷ്. ഓക്കെ. ഡിയോൺ ജേക്ക് ജേസൺ. ഓക്കെ. ഇവ തെരേസ. ഇവക്കുട്ടി ഇല്ലേ? ഓക്കെ. ജുവാന സിനാമനു. പ്രസന്റ്. ഓക്കെ. നെക്സ്റ്റ് അംദാൻ. അംദാൻ. അംദാന്റെ ആരാണ് അവിടെ ഓടിക്കളിക്കുന്നത്? അംദാൻ ഉണ്ടോ അവിടെ? വൈഷ്ണവ് കെ പി. ആൻഡ്രിയ തെരേസ സിജോ. ബ്രാഞ്ച് നാവ് മാത്യു. ആഷിൽ ദേവ്. ഏഞ്ചൽ മരിയ ടി പി. ഗൗരി ലക്ഷ്മി. അനുശ്രീ കെ എസ്. ഷഹൽ പി എസിനെ വിളിച്ചത് അല്ലേ? ലാമിയ ഫാത്തിമ. ഹിസ അൻവർ. ഏഞ്ചൽ മരിയ ടി പി. ദക്ഷിത്. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ മിസ്സേ? അലിയനെ വിളിച്ചു. അലിയനെ കണ്ടു കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി അല്ലേ? കഴിയാറായില്ലേ? ഇല്ലേ മക്കളെ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് തന്നെ ആവർത്തിച്ചാണ് ഇപ്പോ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ആ നമ്മുടെ 2 വരികൾ കവിതയും നിങ്ങൾ ചൊല്ലി പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു വർക്ക് മിസ് തരുന്നേ. ഇത് നിങ്ങൾ ചെയ്തല്ലേ അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടിൽ? ചെയ്തില്ലേ എല്ലാവരും? ഓക്കെ, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ നമുക്ക് ഇനി അടുത്ത ദിവസം എന്താണ് പഠിക്കാനുള്ളതെന്ന് അറിയോ? അടുത്ത ദിവസം എന്താണ്? ചങ്ങാതിയെ പറ്റിയാണ് അല്ലെ? ആരാ ഈ ചങ്ങാതി? ആർക്കറിയാം ആരാ ഈ ചങ്ങാതി എന്ന് പറഞ്ഞ?
ആരാണ് ഈവ? ഈവ തെരേസ. ആരാണ് ഈ ചങ്ങാതി? മോൾക്ക് ചങ്ങാതി ഉണ്ടോ? ഉണ്ട്. അല്ലേ? ചങ്ങാതി എന്ന് പറഞ്ഞ ആരാ? ഫ്രണ്ട് അല്ലേ? നമ്മളെ സുഹൃത്തുക്കളാണ് ചങ്ങാതി അല്ലേ? വേറെ ആർക്കുണ്ടോ? ആർക്കൊക്കെ ഉണ്ട് ചങ്ങാതി, ഫ്രണ്ട്? എനിക്കുണ്ട്. ആ ഓക്കെ, കൈവന്നിച്ചേ. മിസ്സിനുണ്ട്. ആർക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്? എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഫ്രണ്ട്സ് ഇല്ലേ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ച് നല്ല പോലെ. ദക്ഷിണക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ദക്ഷിണ നല്ല പോലെ കൈ വെക്കുന്നുണ്ട്. ദക്ഷിണക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ദക്ഷിണ, തങ്കു അല്ലേ? കുറെ ആളുണ്ട് ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ ആർക്കാ ഉള്ളത് ഫ്രണ്ട്സ്? ഉണ്ടോ? ഒന്ന് കൈ വെക്കിയേ. ഒന്ന് എനർജറ്റിക് ആയ എല്ലാവരും. ക്ലാസ് കഴിയാറായി ഇപ്പൊ. ആർക്കും ഇന്ന് അമ്മ നല്ല ഫുഡൊന്നും തന്നില്ല എന്നാ തോന്നുന്നത് അല്ലേ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ? ചങ്ങാതിമാര് ഉണ്ടാവും അല്ലെ? അപ്പൊ നല്ല ചങ്ങാതി ഉണ്ടായാലോ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂ അല്ലേ? ഓക്കെ, നമ്മളെ ഏത് കാര്യത്തിലും നല്ല ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട്സുകൾ എങ്ങനെയായിരിക്കണം? നല്ലവരായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ നിങ്ങൾ ആ ചിത്രമൊക്കെ ഒന്ന് നോക്കി നോക്കണം കേട്ടോ. ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാ അവര് ചെയ്യുന്നത് ഒക്കെ നോക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം അല്ലെ? ആ ഒരു സ്റ്റോറി എന്താണ് എന്ന് ആരെങ്കിലും പഠിച്ചിട്ട് വരുമോ നോക്കട്ടെ മിസ്. അതെന്ത് സ്റ്റോറിയാണ്? ആ പിക്ചറിൽ നോക്കി ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ചങ്ങാതിയെ പറ്റിയിട്ടുള്ള ഒരു കഥയാണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായിയേ ട്ടോ. എല്ലാവരും ഒന്നും പാട്ട് പഠിപ്പിക്കാൻ മിസ്സിന് പറ്റിയില്ല കേട്ടോ. ഒരുപാട് പേരെ ചിലപ്പം വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ? മിസ്സിന് ആഗ്രഹമുണ്ട് എല്ലാരും വിളിക്കണ്ട. അപ്പൊ ഈ ഒരു സമയപരിധിക്കുള്ളില് പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഒന്ന് ഉഷാറിൽ പറഞ്ഞേപ്പാ. ബൈ ബൈ, സി യു, ബൈ, താങ്ക് യു. ഓക്കെ ഉമ്മ. ഓക്കെ ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണേ. അമ്മ